മാറിയില്ല അങ്ങോട്ട്. ഇതെന്തോന്ന് ഭാര്യ ലേബർ റൂമിൽ കിടക്കണ? അതെ, ഭാര്യ ലേബർ റൂമിൽ കിടന്നപ്പോ ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. ഇതെന്ത് പറ്റി? എന്തോന്ന് കാര്യം? ഇതൊന്ന് കാര്യം എന്നാ, എന്റെ ചേട്ടൻ ആ പയ്യനെയും വിളിച്ചോണ്ടാണ് പോയിരിക്കുന്നത് വണ്ടി നന്നാക്കുന്നത്. എന്താ എടി, അയാൾ എപ്പോഴും ഇവിടെ വന്നാലും പ്രശ്നമല്ലേ ഉള്ളൂ. ആരെങ്കിലും ഇടിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യനല്ലേ. അങ്ങനെയൊന്നും ഇല്ല. ചേട്ടൻ കൊണ്ടുപോയി ചായ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പൊ വരും. ചായ വാങ്ങിച്ചു കൊടുക്കും, അതെനിക്കറിയാം. പക്ഷെ മക്കളെ, പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരു വാക്കുണ്ട്, കടിയും തരാന്ന്. കടിക്കാൻ എന്റെ ചേട്ടൻ തോന്നുന്നു. മാമൻ കടിക്കൂല, അള്ളും. അവിടെ ഇപ്പൊ എന്ത് നടക്കുകയാണോ എന്തോ. എന്റെ ചേട്ടനെ കുറ്റം പറയാൻ കിട്ടിയ ഒരു അവസരം പാഴാക്കല്ലേ. കുറ്റം പറഞ്ഞല്ല, സത്യം പറഞ്ഞത്. എന്തോന്ന് സത്യം? നീ ആലോചിച്ച് നോക്ക് മണി, അളിയ എപ്പോഴൊക്കെ ഇവിടെ വന്നോ അപ്പോഴൊക്കെ പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും, എന്റെ ചേട്ടൻ അത് സോൾവ് ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ പ്രശ്നം ഉണ്ടാക്കി, വണ്ടി കേടാതെ എന്റെ കുറ്റോ? ഞാൻ ആ മെക്കാനിക്കിനെ അവിടെ ചെന്ന് കൈയും കാലും പിടിച്ചാണ് കൊണ്ടുവന്നത്. അച്ഛന്റെ പാട്ട വണ്ടിയാണ് എല്ലാത്തിനും കാരണമായത്. നിനക്കൊക്കെ പാട്ട വണ്ടി, അവിടെ പോണം ഇവിടെ പോണം, നിനക്ക് ഗ്രൗണ്ടിൽ പോണം, നിനക്ക് കൂട്ടുകാരുടെ വീട്ടിൽ പോണം, അതിനൊക്കെ ഈ പാട്ട വണ്ടി വേണം. മക്കളെ, മാമൻ എന്തും പറയാം, പക്ഷെ വണ്ടി പറയില്ല കേട്ടോ. കൊള്ളു കൊള്ളു. അതേടി, ഞാനേ ആദ്യമായിട്ട് ജോലി കയറിയിട്ട് വാങ്ങിച്ചു. അയ്യോ, തുടങ്ങല്ലേ, പുരാണം തുടങ്ങല്ലേ. നിന്നെ കാണുന്ന മുമ്പ് ഞാൻ വണ്ടി കണ്ടു. അന്നാ വണ്ടിയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഞാനും മാമന്റെ കൂടെ പോയാ മതിയായിരുന്നു. ഞാനും അയാളെ കിറ്റാക്കി എടുത്ത് ഇടിച്ചു സൂപ്പാക്കായിരുന്നു. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ ചേട്ടൻ വല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല, നിന്റെ മക്കൾ തന്നെ പറഞ്ഞത്. ഞാൻ അയാളെ കാര്യമാണ് പറഞ്ഞത്. ഞാനല്ല, ഇവരാണ് പറഞ്ഞത്. കിട്ടിയ അവസരത്തിൽ എന്റെ ചേട്ടന് കുറ്റം പറഞ്ഞോളൂ. ചേട്ടൻ വരും, നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. എല്ലാത്തിന്റെ മനസ്സിലും ദുഷ്ടത മാത്രമേ ഉള്ളൂ. അയാളെ കിട്ടിയിരുന്നെങ്കിൽ. അയാളുടെ അഹങ്കാരത്തിന് ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. അധ്വാനിച്ച് ജീവിക്കുന്ന പയ്യ. നാക്കാണെങ്കിലോ ഒരു മുഴ നീളമുണ്ട്. നിന്റെ അമ്മയ്ക്ക് നാക്കില്ലല്ലോ. എന്റെ അമ്മയ്ക്ക് എന്ത് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പിള്ളേര് സത്യം പറയുള്ളൂ, പിള്ള മനസ്സിൽ കള്ളമില്ല. അതെ. പോട്ടെ പോട്ടെ പോട്ടെ, അങ്ങോട്ട് വെള്ളമല്ലേ? ആ പോട്ടെ 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 അയ്യാ പോട്ടെ, നീങ്ങട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ. ആ ഇനി നിർത്ത. എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? പറഞ്ഞു തരാം. വാ. എനിക്ക് നിന്റെ 3 കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്ന് തോന്നുന്നു. 1, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 2, നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലുണ്ട്. 3, അത് ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യമാണ്. അതെന്ന് തോന്നുന്നു. അസ്ഥാനത്തുള്ള കോമഡി. അയ്യോ അയ്യോ അയ്യോ, നീ കുറച്ചുകൂടെ ക്ലിയർ ആകാനുണ്ട് അല്ലേ? ക്ലിയർ ആകാനുണ്ട്. ഞാനിപ്പൊ ശരിയാക്കി തരാവടാ. ഇപ്പൊ നീ ക്ലിയർ ആയി. അതെ, വേറൊരു കാര്യം, ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. മൂന്നാമതൊരാൾ അറിഞ്ഞാല് ഞാൻ അങ്ങ് വരും എന്റെ വർക്ക്ഷോപ്പിലോട്ട്. വളരെ എളുപ്പമാ, 50 മീറ്ററുള്ള അക്കരയ്ക്ക്. അല്ലെങ്കിൽ നീ ഇങ്ങനെ കറങ്ങി ചുറ്റി വരേണ്ടി വരും. ഇത് ക്രോസ് കട്ടാ, ചെല്ല് ബൈപ്പാസ്. ആ പെങ്ങളെ, അവന്റെ കാര്യം ഓക്കെ. ഇനി ശല്യൊന്നും ഉണ്ടാകത്തില്ല. പെർഫെക്റ്റ് ഓക്കെ. ഇവിടെ പറഞ്ഞതാ. ഉരുളയ്ക്ക് പേര്